നമസ്കാരം. പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ശ്രീകല. ഇനിയുള്ള നാളുകൾ ഭക്തിമുഖരിതം. പ്രകൃതി സംഹാര താണ്ഡവമാടുന്ന കർക്കിടകത്തിലെ കാർമേഘാവൃതമായ ദിനരാത്രങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന അരുണോദയമാണ് രാമായണം. കർക്കിടകം പുണ്യമാസം. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു വ്രതാനുഷ്ഠാന കാലമാണ്. ലോകത്തിലെ തന്നെ ഉത്തമ പുരുഷനായ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ കേട്ടുണർന്ന് ദശപുഷ്പം ചൂടി നിൽക്കുന്ന ഭാർഗവദേശം. രാമായണം രാമൻ്റെ അയനം, രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര. ആർഷഭാരതത്തിലെ ഇതിഹാസങ്ങളിലൊന്ന്. ആദികവിയായ വാൽമീകിയാൽ വിരചിതമായ ലോകത്തിലെ ആദ്യ കാവ്യസമാഹാരം. ഭാരതത്തിൻ്റെ കാവ്യസംസ്കാരത്തിനൊരു പൊൻതൂവൽ രാമായണം. വേടനും കൊള്ളക്കാരനുമായിരുന്ന രത്നാകരനെ സത്വഗുണസമ്പന്നനായ വാൽമീകിയാക്കി. വാൽമീകമെന്നാൽ ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. വാൽമീകത്തിൽ ഏറെ നാൾ ശ്രീരാമനാമം ജപിച്ച് തപസ്സനുഷ്ഠിച്ച് വാൽമീകിയായി മാറി. വേടൻ്റെ അമ്പേറ്റു പിടഞ്ഞു വീണ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ കണ്ട് ദുഃഖാർത്തനായ വാൽമീകിയുടെ നാവിൻ തുമ്പിൽ നിന്നും വന്ന മാനിഷാദ എന്ന അരുതായ്മയിൽ നിന്നു തുടങ്ങുന്നു ആ സരയൂ തീർത്ഥം രാമായണം. ലോകത്തിലെ ഏറ്റവും ഉത്തമനായ പുരുഷൻ ആരാണെന്ന വാൽമീകിയുടെ ചോദ്യത്തിന് നാരദ മഹർഷി ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി പറയുന്നു. ഇക്ഷ്വാകു വംശത്തിലെ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനല്ലാതെ മറ്റാരാണ്? ആ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതകഥയാണ് ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം എന്നീ 6 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിലൂടെ ആദികവി പകർത്തിയത്. പിന്നീട് ഒരു കാണ്ഡം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഉത്തരകാണ്ഡം. ഓരോ 2 ശ്ലോകങ്ങളിലും ഒരു തത്വമെങ്കിലും അടങ്ങിയിട്ടുണ്ടാകും. ഓരോ കഥാപാത്രങ്ങളും ഓരോ സംഭവങ്ങളും ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. രാമായണത്തിലെ ശ്ലോകങ്ങൾ കാന്താസംഹിതങ്ങളാണ്. ഭാര്യ ഭർത്താവിനോടെന്ന പോലെ ഉപദേശങ്ങളാണ്. അല്പം കുത്തുവാക്കുകളും ശാസനകളും ഉണ്ടായെന്നിരിക്കാം. അതിൻ്റെ 10 ഇരട്ടി സ്നേഹാമൃതമായിരിക്കും ഒരു കിളിക്കൊഞ്ചൽ പോലെ. രാമായണം സുഖദുഃഖങ്ങളുടെയും ജയപരാജയങ്ങളുടെയും ലാഭനഷ്ടങ്ങളുടെയും സമ്മിശ്രമാണ്. രാവും പകലും പോലെ അത് പ്രകൃതി നിയമവും നിത്യസത്യവുമാണ്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ രാമനും രാമായണവും നമ്മെ പ്രാപ്തരാക്കുന്നു. അച്ഛൻ്റെ വാക്കു പാലിക്കുന്നതിനായി കൊട്ടാരത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് വനവാസത്തിനായി പുറപ്പെട്ട ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കുമൊപ്പം എന്നും നിഴലായി പുറപ്പെട്ട സഹോദരൻ ലക്ഷ്മണൻ. ജ്യേഷ്ഠൻ്റെ അഭാവത്തിൽ പാതുകം വച്ച് രാജ്യം ഭരിച്ച ഭരതശത്രുഘ്നന്മാർ. സ്വന്തം യജമാനനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു ഉത്തമദൂതൻ ഹനുമാൻ. ഒരു ഉത്തമദൂതൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഹനുമാനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. രാമനെ പോലുള്ള ഒരു പുത്രനെ, ഒരു സഹോദരനെ, ഒരു ഭർത്താവിനെ, ഒരച്ഛനെ, ഒരു ഭരണകർത്താവിനെ ആരാണ് മോഹിച്ചു പോകാത്തത്? ഭൂമിദേവിയുടെ പുത്രി വൈദേഹി, ആർഷഭാരത സ്ത്രീത്വത്തിൻ്റെ മൂർത്തീഭാവം. ദശകണ്ഠൻ സീതാദേവിയെ അപഹരിച്ച് കൊണ്ടുപോയി ത്രികുടപർവ്വതത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ലങ്കയിലെ അശോകവനത്തിൽ ശിംശിബാ വൃക്ഷച്ചുവട്ടിലിരുത്തി സീതാദേവിയോട് 3 ലോകങ്ങളിലും കിട്ടാവുന്ന സർവ്വസുഖങ്ങളും സൗഭാഗ്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടും നയവും തന്ത്രവും പയറ്റിയിട്ടും ഭയപ്പെടുത്തിയിട്ടും ശ്രീരാമനെ തന്നെ ധ്യാനിച്ചിരുന്ന സീതാദേവി ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി. കഴുത്തിൽ കിടക്കുന്ന താലി വെറും ഒരു ആഭരണമല്ല,
മറിച്ച് മഹത്തായ നീതിയാണെന്ന് തറപ്പിച്ചു പറയുന്നു സീതാദേവി. രാമായണ മാസത്തിൽ മുക്കൂറ്റി, കറുക, മുയൽച്ചെവി, പൂവാങ്കുരുനില, ചെറൂള, കയ്യോന്നി, നിലപ്പന, കൃഷ്ണക്രാന്തി, ഉഴിഞ്ഞ, തിരുതാളി എന്നിവ ചേർന്ന ദശപുഷ്പം ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ. രാമായണ പാരായണത്തിന് ശക്തമായതല്ലെങ്കിലും ചില ചിട്ടകൾ പറയുന്നുണ്ട്. വായന തുടങ്ങുന്നതിന് മുൻപ് എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെന്ന് തീരുമാനിക്കണം. ഈ വർഷം 31 ദിവസങ്ങളുണ്ട്. നിലവിളക്കിന് മുൻപിൽ ഗണപതി പ്രസാദം വച്ച് ഗ്രന്ഥം കയ്യിലെടുത്ത് ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിച്ച് ഗുരുവന്ദനവും ഹനുമാൻ സ്തോത്രവും ജപിച്ച് താള് തുറക്കണം. അതിൽ നിന്ന് 7 മറിച്ച് 8-ാം താളിൻ്റെ വലത്തെ പേജിൽ നിന്ന് 7 വരിയും 7 അക്ഷരവും തള്ളി പാരായണം തുടങ്ങണം. ഈ ഭാഗത്ത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രതീകാത്മകമായുണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. ഇതൊക്കെയാണെങ്കിലും ഭഗവത് സ്മരണയ്ക്കോ പാരായണത്തിനോ പ്രാർത്ഥനയ്ക്കോ പ്രത്യേക നിബന്ധനകൾ ആവശ്യമില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇനിയുള്ള 31 രാമസന്ധ്യകൾ നമ്മുടെ ജീവിതത്തിൽ കുളിരുള്ള ഇളങ്കാറ്റ് ചാമരം വീശി നിൽക്കുന്ന പുലർകാലം പോലെ, വസന്തത്തിലെ ചന്ദ്രോദയം പോലെ, അരുണഗിരിയിൽ പുഞ്ചിരിച്ചുയരുന്ന സൂര്യനെ പോലെ, ശതകോടി നക്ഷത്രപ്രഭ ചൊരിയുന്ന കാഞ്ചന സൗന്ദര്യം പോലെ നമുക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.